മോർണിംഗ് കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കൈപ്പക്ക തക്കാളി തോരൻ ഉണ്ടാക്കാം. കൈപ്പക്ക നല്ലപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. അതിനകത്തേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളകും നല്ല ചെറുതായിട്ട് അരിഞ്ഞിടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലേശം മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല രസമാട്ടോ. തക്കാളിയും പാവയ്ക്കയും കൂടെ വെച്ച് തോരനുണ്ടാക്കുക. ഏത് പാവയ്ക്ക കഴിക്കാത്തവരും കഴിക്കും. ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ചതച്ചിടും. അത് നല്ല പോലെ വാടി കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൈപ്പക്കയും വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ മഴയുണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്നോർത്തോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. വേപ്പുമരമൊക്കെ നമ്മൾ എന്തായാലും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ തന്നെ വേണം. അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൈപ്പക്കയും തക്കാളിയും കൂടെ ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ല മിക്സായി കഴിയുമ്പോൾ നമ്മളത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 6-7 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. കൈപ്പക്ക ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമില്ലാത്തവർക്കും ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ. എന്തായാലും കഴിക്കും. ഇവിടെ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കൈപ്പക്കയും തക്കാളിയും വെക്കുന്നത്. കൈപ്പക്ക കണ്ട തക്കാളി എന്തായാലും മേടിക്കും തക്കാളി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് കൈപ്പക്കയും തക്കാളി. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ കമൻ്റ് ഇടാൻ മറക്കല്ല കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ്. ഓക്കെ, ബായ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ.